وعن أبي يزيد معن بن يزيد بن الأخنس رضي الله عنهم وهو وأبوه وجده صحابيون قال كان أبي يزيد أن أخرج دنانير يتصدق بها فوضعها عند رجل في المسجد فجئت فأخذتها فأتيته بها فقال والله ما إياك أردت فخاصمت إلى رسول الله صلى الله عليه وسلم فقال لك ما نويت يا يزيد ولك ما أخذت يا معن رواه البخاري. അബൂ യസീദ് റളിയല്ലാഹു അൻഹു, അബൂ യസീദ് എന്നവരും സ്വഹാബിയാണ്. അവരുടെ വാപ്പയായ യസീദ് എന്നവരും സ്വഹാബിയാണ്. അവരുടെ പിതാവ് അഖ്നസ് എന്നവരും സ്വഹാബികളാണ് റളിയല്ലാഹു അൻഹും. ഖാല, അബൂ യസീദ് എന്നവർ പറയണം, കാന അബി, എൻ്റെ വാപ്പ, യസീദ് എന്ന എൻ്റെ പിതാവ്, അഖ്റജ ദനാനീറ, കുറച്ച് ദീനാറുകൾ എടുത്തു, യതസദ്ദഖു ബിഹ, സദഖ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ദീനാറ്, ഫവളഅഹ ഇൻദ റജുലിൻ ഫിൽ മസ്ജിദി, അങ്ങനെ പള്ളിയിലുള്ള ഒരാളുടെ അടുക്കൽ അത് വെച്ചു, ആളെ ഏൽപ്പിച്ചു, ഇത് സദഖ ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചു. ഫജിഅതു, അങ്ങനെ ഞാൻ ചെന്നു, മകൻ ചെന്നു. ഫഅഖൽതുഹ, അത് ഞാനെടുത്തു. ഫഅതൈതുഹു ബിഹ, ഞാനതായിട്ട് വീട്ടിലേക്ക് പോരും ചെയ്തു. ഫഖാല, അപ്പോൾ വാപ്പ പറഞ്ഞു, വല്ലാഹ്, അള്ളാഹുവാണ് സത്യം, മാ ഇയ്യാക അറത്തു, ഞാൻ നിന്നെ ഉദ്ദേശിച്ചിട്ട് വെച്ചതല്ല അത്. അവിടെ പാവപ്പെട്ട ആർക്കെങ്കിലും സദഖ ചെയ്യാൻ വേണ്ടി വെച്ചത്, നീ എടുത്തുകൊണ്ട് പോരുക എന്നൊക്കെ നമ്മൾ ചോദിക്കൂലേ. വാപ്പ കൊണ്ടുപോയി കൊടുത്താണ് കുറച്ച് ദീനാറ് സദഖ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പള്ളിയിൽ ആർക്കച്ച കൊടുത്തോളി എന്ന് പറഞ്ഞിട്ട് ഒരാൾ മുന്നിൽ കൊണ്ടുപോയി വെച്ചു. മകൻ പോയിട്ട് അത് എടുത്തിട്ടുണ്ട് പോന്നു. അപ്പോൾ പറയാണ്, അത് വന്നപ്പോൾ വാപ്പ പറയാണ്, ഞാൻ നിന്നെ കരുതി വെച്ചതല്ലല്ലോ, നീ എന്തിനാ എടുത്തതെന്ന് ചോദിച്ചു. ഫഹാസംതുഹു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ രണ്ടുപേരും തർക്കായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കിലേക്ക് പരാതിയുമായിട്ട് ചെന്നു. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലകമാ നവൈത യാ യസീദ് വലകമാ അഖദത യാ മാൻ, നിങ്ങൾ കരുതിയത് നിങ്ങൾക്ക് കിട്ടി. വാപ്പാനോട് പറയാം, നിങ്ങൾ സദഖല്ലേ കരുതിയത്, അത് നിങ്ങൾക്ക് കിട്ടി. മകനോട് പറഞ്ഞു, നീ എടുത്തത് നിനക്കും കിട്ടിയെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, മകൻ എടുത്തു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. വാപ്പ സദഖ ചെയ്യാൻ കരുതി, ആ സദഖയുടെ പ്രതിഫലം അവിടെ എഴുതപ്പെട്ട് കഴിഞ്ഞു. മകനക്കത് കിട്ടി, അത് നീ എടുക്കും ചെയ്തോ, പ്രശ്നമൊന്നുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറഞ്ഞു. നമ്മുടെ അധ്യായം എന്താണ്? നമ്മുടെ ഇഖ്ലാസാണ് അധ്യായം, അല്ലേ? ഇഖ്ലാസ്. അപ്പോൾ സദഖ കരുതി അങ്ങനെ ദാനധർമ്മം ചെയ്തു. ഇത് മകൻ ആയതുകൊണ്ട് പ്രശ്നമുണ്ടോ? ഇല്ല. അതായത് നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും ഒക്കെ സദഖ വാങ്ങിക്കാൻ അർഹരായ ആളുകളുണ്ടെങ്കിൽ പിന്നെ അവർക്കാണല്ലോ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ ആ നിലക്ക് മകൻ എടുത്തുകൊണ്ട് പ്രശ്നമില്ല. മകൻ അതിനുള്ള പിന്നെ അവകാശിയായിരിക്കും, എടുക്കാൻ പറ്റിയ ആളായിരിക്കും. അപ്പോൾ മകൻ എടുത്തുകൊണ്ട് സദഖ ഇല്ലാതെ ആവില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മളെ വീട്ടിൽ നമ്മളിപ്പോൾ കുറച്ച് പൈസ കൂടെ കൊണ്ടുവച്ച് സദഖ ചെയ്യാൻ കൊണ്ടുവച്ച് അത് മുഴുവൻ മകൻ എടുത്തുണ്ടായാൽ എന്തായിരിക്കും? മകനതിന് അവകാശിയാണെങ്കിൽ അതെടുത്തോട്ടെ, കുഴപ്പമില്ല എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. وعن أبي إسحاق سعد بن أبي وقاص مالك بن وهيب بن عبد مناف بن زهرة بن كلاب بن مرة بن كعب بن لؤي بن القريشي الزهري رضي الله عنه. അത്രയും പറഞ്ഞ എന്തിനാ അറിയാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃപരമ്പരയിലേക്ക് ഈ അബൂ ഇസ്ഹാഖ് എന്നവരുടെ
അതായത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതൃപരമ്പര ചെന്ന് ചേരുന്നുണ്ട് എന്ന് അറിയിക്കാനും കൂടിയാണ് അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പയാണല്ലോ എന്ത് മുറത്ത് കിലാബ്, മുറത്ത്, കാബ്, ലുഅയ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിലേക്ക് സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതൃപരമ്പര ചെന്ന് ചേരുന്നുണ്ട് എന്നറിയിക്കാനാണ് അത്രയും പറഞ്ഞത്. അഹദിൽ അശ്റത്തിൽ മഷ്ഹൂരി ലഹും ബിൽ ജന്ന സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആരും കൂടിയാണ് അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ടതാണ്. അതായത് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികളിൽപ്പെട്ട ഒരു സ്വഹാബിയാണ് റളിയല്ലാഹു അൻഹും. അള്ളാഹു നമുക്ക് കാണാനൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ഖാല ജാഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഊദുനി ആമ ഹജ്ജത്തുൽ വിദാ മിൻ വജഇൻ ഇഷ്തദ്ദ ബി. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ജാഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഊദുനി, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ സന്ദർശിക്കാൻ വന്നു. സന്ദർശനം ആദ യഊദു എന്ന വാക്ക് ഉപയോഗിക്കുക രോഗി സന്ദർശനത്തിനാണ്. സാറ യസൂറു അത് വഫാത്തിന് ശേഷമുള്ള സന്ദർശനമാണ്. അപ്പോൾ ഇവിടെ ആദ യഊദുനി എന്നെ രോഗി സന്ദർശനത്തിന് വേണ്ടി വന്നതാണ്. ആമ ഹജ്ജത്തുൽ വദാ, ഹജ്ജത്തുൽ വിദാഇൻ്റെ വർഷം, ഹജ്ജത്തുൽ വിദാഇൻ്റെ വർഷത്തിൽ. മിൻ വജഇൻ ഇഷ്തദ്ദ ബി, എനിക്ക് ശക്തമായ വേദന രോഗം ഉണ്ടായ സമയത്ത് അങ്ങനെ എൻ്റെ അടുക്കൽ വന്നു. ഫഖുൽതു, ഞാനപ്പോൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി ഖദ് ബലഗ മിന്നി മിനൽ വജഇ മാ തറ. അല്ലാഹുവിൻ്റെ റസൂലേ, ഇതാണിപ്പോൾ എൻ്റെ അവസ്ഥ. ഒന്ന് കാണുമ്പോൾ പറയാണ്, നിങ്ങളെന്താണിപ്പോൾ കണ്ടില്ലേ, ഇതാണിപ്പോൾ എൻ്റെ അവസ്ഥ. വഅന ദൂ മാലിൻ, എനിക്കാണെങ്കിലും ഇഷ്ടംപോലെ സമ്പത്തുണ്ട്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്കിഷ്ടംപോലെ സമ്പത്തുണ്ട്. വലാ യരിസുനി ഇല്ല ഇബ്നത്തുൽ ലി, എനിക്കൊരു മകനേ ഉള്ളൂ, അനന്തരം എടുക്കാൻ വേറെ ആരുമില്ല. അഫ അത്തസദ്ദഖ ബിസുലുസൈ മാലി, എങ്കിൽ എൻ്റെ സമ്പത്തിൻ്റെ 2/3 ഭാഗം ഞാൻ സദഖ ചെയ്തോട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു. ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഇല്ല, വേണ്ട വേണ്ട. ഖുൽതു ഫശ്ശത്റു യാ റസൂലല്ലാഹ്. അപ്പം ഞാൻ ചോദിച്ചു, എന്നാൽ പകുതി ഞാൻ സദഖ ചെയ്തോട്ടെ, എനിക്ക് മൊത്തമുള്ള സ്വത്തിൻ്റെ നിസ്ഫ് പകുതി ഞാൻ സദഖ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ല, വേണ്ടാന്ന് പറഞ്ഞു. ഖുൽതു, അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, ഫസ്സുലുസ് യാ റസൂലല്ലാഹ്, എന്നാൽ 1/3 സദഖ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സുലുസ്, 1/3 ആവാം. വസ്സുലുസ് കസീറുൻ, 1/3 തന്നെ ധാരാളമാണ്. ഔ കബീറുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക് കസീറുൻ എന്നാണോ കബീറുൻ എന്നാണോ എന്ന് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിക്ക് സംശയം. അതാണ് കസീറുൻ ഔ കബീറുൻ എന്ന് അവിടെ പ്രയോഗിക്കുന്നത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലുതാണ്, അത് തന്നെ വലുതാണ് എന്ന് പറഞ്ഞു. ഇന്നക അൻതദറ വറസതക അഗ്നിയ, കാരണം എന്താണെന്ന് വെച്ചാൽ നിൻ്റെ അനന്തരാവകാശികളെ ഐശ്വര്യവാന്മാരായി അവശേഷിപ്പിക്കൽ ഖൈറും മിൻ അൻതദറഹും ആലതൻ യതകഫഫൂന അന്നാസ്, ജനങ്ങളോട് കൈനീട്ടുന്ന നിരാലംബരായി അവശേഷിപ്പിക്കുന്നതിനേക്കാളും നല്ലത് അവരെ അഗ്നിയ ആയിട്ട് നീ അവശേഷിപ്പിക്കലാണ്. വ ഇന്നക, മാത്രമല്ല, ലൻ തുൻഫിഖ നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹ അല്ലാഹ്, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നീ സദഖ ചെയ്യുന്ന, നീ ചെലവഴിക്കുന്ന ഓരോ ചെലവും ഇല്ലാ ഉജ്ജിർത അലൈഹ, നിനക്ക് പ്രതിഫലം ലഭിക്കാതിരിക്കില്ല. ഹത്താ മാ തജ്അലു ഫീ ഇംറഅതിക, ഏതുവരെ, നിൻ്റെ ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഭക്ഷണം വരെ. ഹത്താ മാ തജ്അലു, നീ ആക്കുന്നത് വരെ. ഫീ ഇംറഅതിക, നിൻ്റെ ഭാര്യയുടെ വായയിൽ വെച്ച് കൊടുക്കുന്ന ഉരുള വരെ, അതിന്
അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കും. ഇവിടെ വലിയൊരു വിഷയമാണ്. ഈ ഹദീസിൽ നിന്ന് കുറേ സംഭവങ്ങൾ ഇനി കുറച്ചുകൂടി വായിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നാളെ വായിക്കാം. ഈ ഹദീസിൽ ഇപ്പോൾ പറഞ്ഞല്ലോ, മരണാസന്നനായി കിടക്കുന്ന സ്വഹാബിയോട്, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത് എന്താ? പിന്നെ നിൻ്റെ സമ്പത്ത് മുഴുവനും നീ സദഖ ചെയ്യണ്ട. ഇതിൽ നിന്നാണ് എന്ത് മസ്അല പിടിച്ചത്? മരണമാസന്നമായി കിടക്കുന്ന ആൾ അവിടെ വെച്ചിട്ട് പറയാണ്, വസീയത്ത് ചെയ്യണം. എന്ത്? എൻ്റെ സ്വത്ത് മുഴുവനും ഞാൻ പള്ളിക്ക് വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് സ്വഹീഹാവോ ഇല്ലേ എന്നുള്ളൊരു മസ്അലുണ്ട്. മരണാസന്നായിട്ട് കിടക്കണം, ഇനി നീച്ചിക്കാൻ ആവതില്ല. ഈ സമയത്താണ് പറയണത് എൻ്റെ സ്വത്ത് മുഴുവനും എന്തായി ഞാൻ പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്തു, അല്ലെങ്കിൽ സംഭാവന ചെയ്തു, പള്ളിക്ക് ഞാൻ വസീയത്ത് ചെയ്തു, അല്ലെങ്കിൽ യതീംഖാനക്ക് കൊടുത്തു, അതല്ലെങ്കിൽ എന്നെ കാര്യത്തിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ വസീയത്ത് നടപ്പിലാവില്ല എന്നാണ്. അതിൽ 1/3 നടപ്പിലാവുള്ളൂ എന്ന്. നേരെ മറിച്ച് എന്ത് ചെയ്യണം? അവൻ ആരോഗ്യമുള്ള സമയത്ത് അവനെന്തും ചെയ്യാം, ആരോഗ്യമുള്ള സമയത്ത് എന്തും ചെയ്യാം. പക്ഷേ ഇത് ഇനി അവനക്ക് ഏതായാലും ഉപകാരപ്പെടില്ല, ഇനിയിപ്പോൾ എന്നാൽ പിന്നെ വേറെ ആർക്കും എൻ്റെ മക്കൾക്കൊന്നും ഉപകാരപ്പെടേണ്ട, അങ്ങനെ കരുതാൻ പാടില്ല എന്ന്. അപ്പോൾ അങ്ങനെ വസീയത്ത് ചെയ്താൽ പോലും അതിൽ 1/3 വസീയത്തിലേക്ക് പോവുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്താവും? ബാക്കിയുള്ളതൊക്കെ അവരുടെ കുടുംബത്തിനുള്ള അനന്തരമായിട്ട് അവശേഷിപ്പിക്കും. അപ്പോൾ ഈ ഒരു മസ്അല നിന്ന് പിടിക്കണതാണ്. മറ്റൊരു കാര്യം നമുക്കിതിൽ മനസ്സിലാക്കാനുള്ളത്, അവിടെയും മകനക്കാണല്ലോ കൊടുക്കുന്നത്. പിന്നെ അനന്തരാവകാശികളിൽ നിന്ന് മകൻ മാത്രമേ ഉള്ളൂ. അവനക്കാണല്ലോ ഇനിയിപ്പോൾ ഈ 1/1 അല്ല 1/3 കഴിച്ച് ബാക്കിയുള്ളതൊക്കെ കൊടുക്കുന്നത്. അതിലെ ഓരോ സദഖക്കും പ്രതിഫലമുണ്ട്. അത് മകന് കൊടുത്തു എന്ന് വെച്ചിട്ട് ഒഴിവാവില്ല. മകൻക്ക് കൊടുത്തു എന്നുള്ള കാരണത്താൽ സദഖ എന്ന് എന്ത് ചെയ്യല, അത് ഒഴിവാവില്ല. മകന് കൊടുത്താലും എന്താണ്, സദഖ തന്നെയാണ്. എന്നിട്ട് പറഞ്ഞു, എത്രത്തോളം നീ നിൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കണ പോലും സദഖയാണ്. അപ്പം നീ ചെലവാക്കുന്ന ഓരോ ചെലവും അള്ളാഹുവിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്. ഞാൻ കഴിഞ്ഞ ഏതൊരു ദിവസം ഇവിടെ പറഞ്ഞിരുന്നല്ലോ, അങ്ങാടിയിൽ പോയിട്ട് അരി മേടിച്ചിട്ട് അതിൻ്റെ പൈസ കൊടുക്കുന്ന സമയത്ത് പഠിച്ചവനെ ഇതിന് എനിക്ക് പ്രതിഫലം തരണം എന്നുള്ള നെയ്യത്തോടു കൂടെയാണെങ്കിൽ അതും സദഖയാണ്. വീട്ടിലേക്ക് അരി മേടിച്ചാലും സദഖയുടെ പ്രതിഫലമാണ്. വീട്ടിലേക്ക് മുളകും മല്ലിയും സാധനങ്ങളും ഭാര്യയ്ക്ക് ഡ്രസ്സും ഒക്കെ മേടിച്ചോളി, എന്തും വാങ്ങിക്കാം. പക്ഷേ അതിനൊക്കെ എന്ത് ചെയ്യാം? അതിനൊക്കെ നിയ്യത്ത് നന്നാക്കുക. പഠിച്ചവനെ എനിക്ക് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ഉദ്ദേശിക്കുക. അവിടെ നമുക്ക് വേറെയും കുറച്ച് പറയാനുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കണ്ട, ഭാര്യയിൽ നിന്നൊന്നും പ്രതീക്ഷിക്കണ്ട, കിട്ടിയ ലാഭമാണ്. ഹത്താ മാത്ത ജലഫീഫി എമ്രാത്തിക്ക്, നിൻ്റെ ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ചോറ്റുരുളൊക്കെ പോലും അവൾ തിരിച്ച് നന്ദി പറയുന്നത് നീ പ്രതീക്ഷിക്കണ്ട. അതിന് റബ്ബ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് ലക്ഷ്യമിട്ടാൽ മതി, അള്ളാഹു താല അതിന് പ്രതിഫലം തരും. നമ്മുടെ വിഷയത്തെ പെട്ട ഒരു ഭാഗമാണത്. അപ്പോൾ അള്ളാഹു താല നിനക്ക് പ്രതിഫലം തരും. നിൻ്റെ ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ചോറ്റുരുളക്കും നിനക്ക് സദഖയുടെ പ്രതിഫലം ഉണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി ഹദീസ് നമുക്ക് നാളെല്ലാം അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ.